ഹായ് മൈ ഡിയർ ഫാമിലി, രുചിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് ഗോതമ്പ് മാവ് എടുക്കാം. ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കതൊന്ന് കുഴച്ച് വയ്ക്കാം. നമ്മുടെ സെയിം ചപ്പാത്തിയുടെ ആ ഒരു പരുവം അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീടൊരു പാത്രം വെച്ച് ആവശ്യത്തിന് ഓയിലൊഴിച്ച് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റി ഉള്ളൊരു റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ ഉടച്ച് നമുക്ക് നമ്മൾ വഴറ്റാൻ വെച്ചിരുന്ന ഉള്ളിയുടെ ആ ഒരു ഇതിലേക്ക് തട്ടി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ ടൈമിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. കാര്യം ഉരുളക്കിഴങ്ങിന് ഉപ്പ് കുറവായിരിക്കും. കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അവരവരുടെ എരിക്കനുസരിച്ച് നമുക്ക് മുളക് പൊടിക്ക് മാറ്റം വരുത്താം കേട്ടോ. ഞാനിതിപ്പോൾ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതുപോലെ ഉരുളക്കിഴങ്ങിൽ ഇതെല്ലാം പിടിച്ച് വരണം. അതിനായിട്ട് തീ ഓഫ് ചെയ്യാതെ ചെറിയ തീയിലൊന്ന് ഇതുപോലെ വഴറ്റിയെടുക്കണം. എല്ലാം സെറ്റായി അത് ഞാനൊന്ന് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തണുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചപ്പാത്തി ഒന്ന് റെഡിയാക്കി എടുക്കാം. നൈസായിട്ടല്ല, അത്യാവശ്യം കട്ടി വേണം. അങ്ങനെ ഒന്ന് നമുക്ക് നിരത്തിയെടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ചപ്പാത്തി നല്ല റൗണ്ട് ഷേപ്പിന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ ബാറ്റർ ഒന്ന് തട്ടി കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സ്പ്രെഡ് ചെയ്ത ശേഷം അതൊന്ന് റോൾ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അമുക്കി കൊടുക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വരും. പിന്നെ ഒത്തിരി പൊടിമാവിട്ട് ഒന്ന് ഉരുട്ടിയാൽ മതി. അതിന് ശേഷം ഞാനതൊന്ന് മുറിച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ കുറച്ച് മാവൊന്ന് തട്ടി കൊടുത്തിട്ട് അത് ആ ഓരോ പീസും എടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് അകത്തോട്ട് പോവും, കളയത്തില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന എല്ലാം ഒന്ന് അമർത്തിയെടുക്കാം. ഇനി എല്ലാം അമർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ട് ഒഴിച്ചാൽ മാത്രം മതി. ഡീപ്പ് ഫ്രൈ അല്ല. അപ്പം ഒരു ഷാലോ ഫ്രൈ പോലെ. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടായ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ബാറ്റർ എല്ലാം കൂടി ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എപ്പോഴും തീ ലോ ഫ്ലെയിമിൽ മാത്രം വയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും, അകം വേഗത്തുമില്ല. ഇതുപോലെ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ വേവിച്ച് നമുക്കെടുക്കാം. നമ്മൾ വളരെ കുറച്ച് എണ്ണ മാത്രം മതി. നല്ല ടേസ്റ്റി അത് കഴിക്കാനായിട്ട്. നമുക്ക് ഓരോന്നായിട്ട് അത് മൂത്ത് കഴിയുമ്പോൾ മാറ്റാം. എണ്ണയൊന്നും അധികം കുടിക്കത്തില്ല.
അതുകൊണ്ട് ഹെൽത്തിനും വലിയ ഇഷ്യൂസൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.